പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ എന്തായിരിക്കും ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സിമ്പിൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുക്കുന്നു, ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ. ഒന്ന് ആലോചിച്ചിട്ട് പറ, ബോഡി ഹോമോജീനിയസ് ആണ് പക്ഷെ നോൺ ഐസോട്രോപിക് ആവോ? യൂട്യൂബിൽ കണ്ട പോലെ തന്നെ 2 ടീച്ചേഴ്സും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. വർക്ക്ഷോപ്പിലുള്ള 3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം RCCൻ്റെ ആണെങ്കിലും ഇപ്പോൾ കിട്ടിയ SOM ആണെങ്കിലും രണ്ടും നല്ല ക്ലാസ്സുകളാണ്. ബേസിക് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതും അതുപോലെ ഒരു കോൺഫിഡൻസ് തരാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഞാനിന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ക്ലാസ്സിന് വന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ സാറ് നല്ല സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. എക്സാംസ് ക്രാക്ക് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാ ടോപ്പിക്കും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആയാലും നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധിക സ്ഥലത്തും പോർഷൻസ് കവർ ചെയ്ത് അതിനുശേഷം അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പറയാറാണ്. അപ്പം നമുക്ക് ഏതൊക്കെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആണ് ആ പോർഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം കൂടുതൽ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാം ക്ലിയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. 2 ആഴ്ചയായിട്ട് നടന്ന ഈ വർക്ക്ഷോപ്പ്, അതായത് RCCൻ്റെയും അതുപോലെ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസിൻ്റെയും ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. അതുപോലെ ക്ലാസ് എടുക്കുന്ന ചുറ്റുപാടും അതുപോലത്തെ ഫാക്കൽറ്റീസും വളരെ ഇമ്പ്രസീവാണ്. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.